അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഫുൾ ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നച്ചുമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 28 തീയതി ജാനുവരി 28 രാത്രിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ഇപ്പോൾ ചെയ്യുന്നത്. നാളെ 29 തീയതി എൻ്റെ ബാബുവിൻ്റെ 5th ബർത്ത്ഡേ ആണ്. ആക്ച്വലി ഞാനൊരു 3-4 ദിവസമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ അവളുടെ ആ ഒരു ദിവസം എത്രത്തോളം അവൾക്ക് സന്തോഷം കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മളടുത്ത് നേരത്തെ അവൾ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ ബർത്ത്ഡേയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ കുറേ ബലൂണൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ എന്ന് വെച്ച് കുറേ ബലൂൺസ് ഞാൻ രാത്രി വീർപ്പിച്ചു. പിന്നെ വെളുപ്പിന് ഒരു 3 മണിയായപ്പം ഞാനും ചേട്ടായും കൂടി ഇരുന്ന് കുറച്ച് ബലൂൺ വീർപ്പിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ബലൂൺ വീർപ്പിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തായതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. കുറച്ചായപ്പോഴത്തേക്കും ഞാനങ്ങ് ടയേർഡായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ബാബുവിനെ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നേ ദിവസം വാവച്ചിക്ക് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റുകൾ, അതായത് ചെറിയ ഗിഫ്റ്റുകൾ കുറേ ചെറിയ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവൾ പറഞ്ഞതനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവൾക്ക് സർപ്രൈസായിട്ടൊരു വാച്ചാണ്. കാരണം അവളുടെ 2 വാച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എന്നോട് വാച്ച് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഛോട്ടാ ഭീമിൻ്റെ ഭയങ്കര ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഛോട്ടാ ഭീം തീമിലൊക്കെ വന്നിട്ടുള്ളൊരു വാച്ചാണ് ഞങ്ങൾ വാങ്ങിയത്. ചോട്ടാ ഭീം ഇത് ചുമ്മാ തിരിക്കല്ലേ, സമയം ഇപ്പം കറക്റ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇതാണ് കേട്ടുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, അങ്ങനെ വാവച്ചിക്ക് 5 വയസ്സായിരിക്കുന്നു. 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ വാവച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ സമയം 7:10 നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു. നമ്മൾ അടുത്ത എന്താണ് പരിപാടി? യെസ്, ആച്ചിയുടെ ഒരാഗ്രഹമാണ് ആറ്റി പോകണം, കുളിക്കണം എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോൾ രാവിലെ ആറ്റി പോന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആറ്റിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, സോപ്പ്, എണ്ണയൊക്കെ എടുത്തു. ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് അവരുടെ കൂടെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേവാച്ചി അവിടെ റെഡി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അവൾ കുറേ നാളായിട്ട് പറയുന്നൊരു ആഗ്രഹമാണ് ആറ്റി പോകണമെന്ന്. പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഇവിടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. യൂട്യൂബിൻ്റെ ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു വിഷ്വൽസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആറ്റിലിറങ്ങുന്ന വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിപ്പോൾ പോകുന്നത് മാടവൻ കടവിലേക്കാണ്. അവിടുന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് കയറിയിട്ട് അമ്പലത്തിൽ പോകണം, ലേറ്റ് ആവും അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് അവർ രണ്ടുപേരും കയറിയിട്ടുണ്ട്. ഇത് വാവച്ചിക്ക് ഗിഫ്റ്റാണ്, വെളിച്ചയുടെയും വെല്ലുമ്മയുടെയും ഗിഫ്റ്റാണ് ഈ ഡ്രസ്സേ. നമ്മളിപ്പോൾ ആറ്റിന്ന് വിളിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ സ്കൂളിൽ പോകും. ഓക്കെ. വാവച്ചിയുടെ സംസാരത്തിൽ സാധാരണ ഉള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അവൾ കരുതിയത് ചങ്ങനാശ്ശേരിക്കാരെല്ലാം രാവിലെ വന്നവളെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന അമ്പലം, മോതിരവേൽ ശ്രീ മഹാദേവ ക്ഷേത്രം. കയറി തൊഴുത് ഇറങ്ങി എന്നിട്ട് നമുക്കിനി വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് ഓൾറെഡി ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാരുവിന് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ വരുന്നില്ല. അപ്പോൾ അതറിഞ്ഞ് രാവിലെ വീഡിയോ കോൾ ചെയ്തപ്പോൾ തൊട്ടൊക്കെ തന്നെ വാവച്ചിക്ക് അത്യാവശ്യം മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. പിന്നെ ഓരോ സർപ്രൈസുകളും കാര്യങ്ങളും കൊടുത്ത് ഒക്കെ അങ്ങനെ നമ്മളങ്ങ് പോയി. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. 9:30 ആകുമ്പോൾ പോകണം എന്ന് വെച്ചതാണ്. ഇപ്പം തന്നെ 10 മണിയായി. അപ്പോൾ ബാബുവിന് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുകയാണ്.
ഇത് വാവച്ചി ഇല്ലാന്നപ്പോഴാണ് ഈ ഗിഫ്റ്റുകൾ മൊത്തം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി അജ്നിയമ്മയുടെ ഗിഫ്റ്റാണ്. ഒരു ലബുബു ആണ്. ലബുബുവിനെ കണ്ടപ്പോൾ തൊട്ട് വാവു ലബുബു വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അജ്നിയമ്മയുടെ വകയുള്ള ഒരു ഗിഫ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വാവുവിനെ റെഡിയാക്കിക്കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകണം. 9:30 ആണ് സ്വീറ്റ്സ് ബേക്കറിയിൽ പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ ഡിലേ ആയി. കഴിച്ച് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിച്ചു. ബാവു എന്തായാലും ഓരോ സർപ്രൈസ് കിട്ടുമ്പോഴും ചെറിയൊരു ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചതാണ്, ഫ്ലോപ്പായി പോയി. പിന്നെ കിട്ടിയ ഒരു പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാവുവിനെ റെഡിയാക്കി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ സ്കൂളിലോട്ട് പോവാണ്. ബാവുവിനെ അത്യാവശ്യം ഒന്ന് റെഡിയാക്കി. ബാവുവിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് പൂവൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തു ബാവുവിനെ. ഞാൻ വാങ്ങിയ മുല്ലപ്പൂവാണ് ഗൈസ് ഇവിടെ കരിഞ്ഞു കിടക്കുന്നത്. ഞാനിത് ഇന്നലെ കൊണ്ടുവന്ന പാടെയാ ധൃതിക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. ഫ്രീസറിലായിപ്പോയി. രാവിലെ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ പൂവിൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ചീറ്റിപ്പോയത്. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ കളറിൽ മാച്ച് വരുന്ന പോലെ ഒരു വയലറ്റ് ഷെയ്ഡുള്ളൊരു പൂ എടുത്ത് വെച്ചു. 9:30 ആകുമ്പോൾ സ്കൂളിൽ ചെല്ലണമെന്ന് വിചാരിച്ചതാണ്. അതിനനുസരിച്ചാണ് നമ്മൾ ബേക്കറിയിൽ സ്വീറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആറ്റിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് ടൈം ഡിലേ ആയിപ്പോൾ. ഇടയ്ക്ക് ഫോൺ കോൾസ് രാവിലെ കുറേ വരുന്നുണ്ടായിരുന്നു അവൾക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഡിലേ ആയിപ്പോയി. അങ്ങനെ നമ്മൾ സ്കൂളിലേക്കുള്ള കുറച്ച് സ്വീറ്റ്സും പിന്നെ കുറച്ച് ഗിഫ്റ്റാണ് അവിടെ. നമ്മൾ സ്വീറ്റ്സിനേക്കാൾ കൂടുതൽ ഇവരുടെ സ്കൂളിൽ പറയുന്നത് കുട്ടികൾക്ക് ഈ മധുരം കൊടുക്കുക അല്ലെങ്കിൽ മുട്ടായി കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് കസേര അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ പേർക്കൊരു ഓർമ്മയ്ക്ക് അവിടെ എന്തെങ്കിലും മതി എന്നാണ് ടീച്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടോയ്സാണ് വാങ്ങിച്ചത്. ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ സ്കൂളിലേക്ക് നമ്മൾ സ്വീറ്റ്സ് കുട്ടികൾക്കെല്ലാം സ്വീറ്റ്സ്, ടീച്ചേഴ്സിന് അതുപോലെ തന്നെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് എവിടേക്കോ ചെറിയ പണി കിട്ടുന്ന പോലൊരു ഫീലിങ്സ് നമുക്ക് വന്നു തുടങ്ങിയത്. ബിക്കോസ് രാവിലെ അമ്പലത്തിൽ നിന്ന് വണ്ടി നമ്മുടെ അജിൻ ചേച്ചിയുടെ വീടിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു മിസ്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കാര്യമാക്കിയില്ലെങ്കിലും സ്കൂളിൽ നിന്ന് എടുത്തപ്പോഴും സെയിം മിസ്സിങ് കിട്ടി. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് കുറേ പണികൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് വാവോൻ്റെ സ്കൂളിൽ പോയി അവിടെയൊക്കെ നമ്മൾ സ്വീറ്റ്സൊക്കെ കൊടുത്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയതും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോയതും. ഇപ്പോൾ രാവിലെ ഒരു തവണ മിസ്സിങ് കാണിച്ചെങ്കിലും വലിയ കാര്യമാക്കിയില്ല. പക്ഷെ അവിടെ വന്നപ്പോൾ വീണ്ടും മിസ്സിങ്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി പോയി. അങ്ങനെ നമ്മൾ ആ ബാറ്ററി മാറി വെച്ചു. പിന്നെ ഈ സീറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ച് അതും ശരിയാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. റാന്നി വീട്ടിൽ പോയിട്ട് അവിടുന്ന് അമ്മയും വല്യമ്മയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകണം. പോകുന്ന വഴിക്ക് വേണം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് നമുക്ക് കറി വെച്ച് കഴിക്കാം. ഇപ്പം തന്നെ ഓൾറെഡി സമയം എത്രയായി? 12 മണിയായി. 12 മണിയിൽ നമുക്കിനി കുറച്ച് സമയങ്ങളും കൂടെ ഉള്ളൂ. അതിനുള്ളിൽ വിശപ്പിൻ്റെ വിളി ഇങ്ങെത്തും. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബുവിൻ്റെ ബർത്ത്ഡേ എന്തായാലും നല്ല അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. കയ്യിലുള്ള എല്ലാ പോക്കറ്റ് മണികളും നമ്മൾ അടിച്ചു പൊളിച്ച് തീർത്തിരിക്കുന്നു. അങ്ങനെ അടുത്ത ഗിഫ്റ്റ് വാങ്ങാനുള്ള പോക്കാണ് വാവച്ചിയെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ 12:30 1 മണിയോടെ അടുപ്പിച്ചാണ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പം ഞാൻ രാവിലെ വാവച്ചിയോട് ചോദിച്ചായിരുന്നു, വാവച്ചി സദ്യ ആയിട്ട് വേണോ അതോ മീനും ഇറച്ചിയൊക്കെ വെച്ചിട്ട് ചോറ് അങ്ങനെ വേണമെന്ന്. അപ്പോൾ അവൾ റൈസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിന്ന് റൈസും ചിക്കനും ആക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ വച്ചു. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ നേരത്തെ രാവിലെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവിടെ ഒന്നും വെക്കണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരും ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അവരെ പോയി കൂട്ടിക്കൊണ്ട് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അത്യാവശ്യം കുക്കിംഗ് തുടങ്ങിയപ്പം ഏകദേശം 1 മണി, ഒരു 12:45 1 മണിയായി. അപ്പോൾ അതിന് ശേഷം അടുത്ത ഗിഫ്റ്റും കിട്ടി.
കുടുക്ക വാവച്ചിക്ക് ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ചെറുതിലെ തൊട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ബിക്കോസ് അവളിലെ ആ സമ്പാദ്യശീലം ചെറുതിലേ തന്നെ വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് ഒരു മാസം മുന്നേ ഞാൻ അവളുടെ കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന കുടുക്ക. അപ്പോൾ അത് വെച്ചിട്ട് അവൾക്ക് തന്നെ ഞാൻ അവളുടെ ഗോൾഡ് ചെയിനൊരു ലോക്കറ്റും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കുടുക്ക പൊട്ടിച്ചതുകൊണ്ട് അടുത്ത കുടുക്കയായി. പിന്നെ കുറച്ച് പെർഫ്യൂം, അതുപോലെ തലയിടുന്ന ബാൻഡുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അടുത്തൊരു ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതുവരെയും വേറെ ഒത്തിരി പ്ലാനിങ്ങുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും വാവച്ചിയുടെ ഫ്രണ്ട്, സ്കൂളിൽ വരാത്തൊരു ഫ്രണ്ട് എറിക്സൺ, അവൻ വാട്സപ്പിൽ മെസ്സേജൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തു വീട്ടിലേക്ക്. പിന്നെ നമ്മുടെ അപ്പുറത്തേക്കുള്ള വീട്ടുകാരെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ. കേക്ക് കട്ടിങ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേക്ക് കട്ടിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് അവരെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതേ കുടുക്കയുടെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത്. ഈ സാധനങ്ങളൊക്കെ ഇനി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുക്കിങ്ങും പുരോഗമിക്കുന്നുണ്ട്. അമ്മ വളരെ സ്പീഡിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മയും അച്ഛനും എല്ലാം കൂടെ വന്ന് ഇച്ചിരി അനക്കമൊക്കെ ആയപ്പോഴാണ് വാവച്ചിക്ക് ഒരു സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ മാത്രമാകുമ്പോൾ അവൾക്ക് അത്ര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ അവസാന പണികളിലേക്ക് കടന്നു. ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരി നമ്മൾ ദമ്മിട്ടാൽ നമ്മുടെ ബിരിയാണി വരും. മൊത്തത്തിൽ പണി കിട്ടിയതുകൊണ്ട് സമയം ഇപ്പോൾ ഒരു 2:30 ആയി. നമുക്ക് കഴിക്കാം. അപ്പോൾ ലാസ്റ്റ് മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഞാനതെടുത്തത് ചിലത് മൂത്തില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വാവച്ചിക്ക് ഇത് മിക്സ് ചെയ്തത് കഴിക്കണേനേക്കാളും, അതായത് ഈ കിസ്മിസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പുണ്ട്. അപ്പോൾ ഈ സവോള ഒന്ന് മൂപ്പിച്ച് നെയ്ക്കകത്ത് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്, അതും എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ദമ്മിട്ടെടുത്താൽ നമ്മുടെ അത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ ദേ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാബുവിടെ ബർത്ത്ഡേ ദിന സ്പെഷ്യൽ റൈസ് ചിക്കൻ. ബാബു എല്ലാം മിക്സ് ആക്കുന്നതിന് മുന്നേ എടുത്ത് കഴിക്കുകയാണ്. കാരണം സമയം ഇത്രയും ആയതുകൊണ്ട് ബാബുവിൻ്റെ ക്ഷമ നശിച്ചു. അതുകൊണ്ട് ബാബു ഞങ്ങളാരെയും കൂട്ടാതെ ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ വാവച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും അവസാന നിമിഷം വളരെ അടിപൊളിയായിട്ട് തന്നെ നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ എത്ര പ്ലാൻ ചെയ്യാണ്ടിരുന്നാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഗംഭീരമാകാറുണ്ട്. അപ്പോൾ ഇതേ വാവ അവിടെ കഴിക്കുന്നു. നമ്മുടെ ബിരിയാണിയുടെ എല്ലാ സാധനങ്ങളൊക്കെ മിക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെറുപറ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ ഭയങ്കര നോയ്സ്, ഭയങ്കര ഇതായതുകൊണ്ട് ആ വോയിസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ദേ വാവ കഴിച്ച് തീർന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മയ്ക്കും ചേട്ടായിക്കും ഒക്കെ കൂടെ കൊടുത്തു. അവരെല്ലാം കൂടെ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മളും കഴിച്ചു. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞ് ഫുള്ളൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 5 മണിയായി. ഇനിയിപ്പം ഞാനും ചേട്ടയും കൂടെ പുറത്ത് പോയിട്ട് കേക്ക് വാങ്ങണം. വൈകിട്ട് വാവച്ചിയുടെ ഒരു ഫ്രണ്ടിനെ ഫാമിലി വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങോടുകൂടി ബർത്ത്ഡേ ആഘോഷം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. നമ്മൾ ഓട്ടോ എടുത്തുകൊണ്ടാണ് കേട്ടോ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയത്. വാവച്ചി വരാൻ ഇറങ്ങിയെങ്കിലും അവളെ കൂട്ടിയില്ല. അമ്മയുടെയൊക്കെ കൂടെ വീട്ടിലെത്തിയിട്ട് ഞാനും ചേട്ടയും കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് നമ്മൾ ഒത്തിരി ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ കയറി വന്നു കേട്ടോ. വൈകിട്ടത്തേക്ക് നമുക്ക് ഒത്തിരി ഫുഡ് കൂടെ സെറ്റൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന ഒരു ബാനർ ഉണ്ടായിരുന്നു, വാവച്ചിയുടെ നേരത്തെ ബർത്ത്ഡേയുടെ ബാനറാണ്. അപ്പോൾ അത് നമുക്ക് കോമൺലി വെക്കാവുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് അവിടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് സന്ധ്യ ആയപ്പോഴത്തേക്ക് വാവച്ചിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാവച്ചിയുടെ തൊട്ട് വീടിനടുത്തുള്ള ഫ്രണ്ടാണ്. നമ്മൾ ചെറിയ തോതിലൊക്കെ ഒന്ന് അലങ്കരിച്ചു. കാരണം നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് വരുന്നൊരു ആഘോഷം കൂടെയാണ്, ഒരു സന്തോഷം കൂടെയാണ്. അങ്ങനെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വാവോൻ്റെ ആഗ്രഹം പോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷം. ഇവിടെ താമസത്തിന് വന്നപ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് നമുക്ക് താഴെയും മുകളിലൊക്കെ ഉള്ള വീട്ടുകാരെയൊക്കെ വിളിക്കണമെന്ന്. അതുപോലെ തന്നെയായി.
5 വർഷ കാലയളവ് വളരെ പെട്ടെന്ന് കടന്നു പോയൊരു ഫീലിങ്സാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് അധികം എക്സൈറ്റഡ് ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 3-4 ദിവസം മുന്നേ തൊട്ടേ എനിക്ക് ഉറക്കമില്ലായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് തൊട്ടേ ഇത് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കാമെന്ന് വെച്ചാൽ അതിനതൊക്കെ ഒരു പാങ്ങ് നമുക്ക് ഉണ്ടായിരുന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവളെ ഹാപ്പി ആക്കണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എല്ലാവരും വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ വാവച്ചി രാവിലെയൊക്കെ നല്ല മൂഡ് ഓഫ് ആയിരുന്നു. വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് വരുന്നു, നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴാണ് സത്യത്തിൽ അവളും കൂടെ കുറച്ച് അധികം ഹാപ്പി ആയത്. അവളെ നല്ല ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശവും. അപ്പോൾ അങ്ങനെ അവളുടെ വീതം എല്ലാവർക്കും കേക്ക് കൊണ്ടാണെന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എനിക്ക് വാവച്ചിയുടെ കാര്യം പറയുമ്പോൾ. എനിക്ക് 100 നാവാണ് അവളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഒരു വാവയാണ് എൻ്റെ മോള്. അത് പാവമാണ് അവളെ ഉപദ്രവിക്കണവരെ പോലും തിരിച്ച് ഉപദ്രവിക്കാൻ അറിയില്ലാത്ത ഒരു കുട്ടിയാണ് അവൾ. അത്രയും പാവമാണ്. എല്ലാവരുടെ അടുത്തും ഒരു ചിരിയിൽ, അവളുടെ ആ ഒരു കൊഞ്ചലിൽ മാത്രം നിൽക്കുന്ന ഒരു കുഞ്ഞ്. നമ്മൾ ഉറക്കെ ഒന്ന് എടി എന്ന് വിളിച്ച് അപ്പോഴേക്കും മുഖം വാടുന്നൊരു പാവം കുട്ടിയാണ്. അങ്ങനെ ഈ ഒരു ദിവസം വളരെ സന്തോഷത്തോടെ കടന്നു പോയി. ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അവളുടെ ഈ ചിരിയാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അവളങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യണ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തേക്ക് വന്നപ്പോഴത്തേക്കും അവൾ ഒരുപാട് ഒതുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനിയിപ്പോൾ എല്ലാവരും പതുക്കെ യാത്ര പറയാനുള്ള രീതിയിലാണ് പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത്. 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മാമുൻ്റെ ഫ്രണ്ട് എറിക്സൺ ആൻഡ് ഫാമിലി, പിന്നെ നമ്മുടെ താഴത്തെ അനില ചേച്ചി, അവരൊക്കെയാണ് പോയത്. അതിന് ശേഷം അമ്മയും അച്ഛനും കൂടെ പോകാൻ വേണ്ടിയിട്ട്, അമ്മയും അച്ഛനും വല്യമ്മയും കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരും പോയി. അങ്ങനെ വീണ്ടും ഞാനും ബാവും അച്ഛയും മാത്രമായിട്ട് ഒരു ദിവസം. പക്ഷേ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഏഞ്ചൽ.